ഈശോയിൽ സ്നേഹമുള്ളവരെ, നാം നോമ്പുകാലത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അനുസരണമില്ലാത്ത, വിശ്വസ്തതയില്ലാത്ത ഇസ്രായേലിനൊരു ഭാഗത്ത് നമ്മൾ കാണുന്നു. ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ പിറുപിറുക്കുന്ന, മറുതലിക്കുന്ന ഇസ്രായേൽ, പരീക്ഷണങ്ങളിൽ പരാജയപ്പെടുന്ന ഇസ്രായേൽ. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ തൻ്റെ അനുസരണം വഴി, പൂർണ്ണമായ സമർപ്പണം വഴി, വിധേയത്വം വഴി ദൈവത്തോട് പൂർണ്ണമായിട്ടും വിശ്വസ്തത പുലർത്തുന്നു. 3 തരത്തിലുള്ള പ്രലോഭനങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, സാത്താൻ തിന്മ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ അധമ സ്വഭാവം, ദൗർബല്യങ്ങളുള്ള നമ്മളുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ്, മനുഷ്യ സ്വഭാവത്തിൻ്റെ സവിശേഷതയാണത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. അപ്പോൾ ഈ തിന്മയുടെ സ്വാധീനം നമ്മിൽ നന്നായിട്ടുണ്ട്. തിന്മയിലേക്ക് എപ്പോഴും നമ്മളെ നയിക്കുന്ന പൈശാചിക പ്രലോഭനങ്ങൾ എപ്പോഴും നമുക്ക് ചുറ്റിലുമുണ്ട് എന്ന് നാം തിരിച്ചറിയുക. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്ന, പ്രലോഭനത്തെപ്പറ്റി മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത് വിശ്വാസത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് ദൈവത്തെ എതിർക്കുക, ദൈവത്തെ പരീക്ഷിക്കുക, ടെസ്റ്റ് ചെയ്യുക. അതാണ് ഇസ്രായേൽ ചെയ്തത്. ഇത് പലപ്പോഴും ഉണ്ടാകുന്ന, നമുക്കൊക്കെ പറ്റുന്ന വലിയ പ്രശ്നം തന്നെയാണ്. മൂന്നാമത്, ദൈവം നമ്മളെ പരീക്ഷിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ പ്രകാരമാണത്. 8-ാം അധ്യായം 2-ാം വാക്യം: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അപ്പോൾ ദൈവം പരീക്ഷിക്കുന്നത് നിൻ്റെ ഹൃദയം മനസ്സിലാക്കാനാണ്, നിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം അറിയാനാണ്. ഈശോയുടെ പരീക്ഷണങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മളവിടെ ആദ്യം മനസ്സിലാക്കുക, കല്ല് അപ്പമാക്കാൻ പറയുന്ന പിശാചിനെയാണ്. മിശിഹ വരുമ്പോൾ, പണ്ട് പൂർവ്വപിതാക്കന്മാർക്ക് മന്ന ദൈവം വർഷിച്ചതുപോലെ മിശിഹ വരുമ്പോൾ അപ്രകാരം ഒരു അത്ഭുതം ചെയ്യും എന്ന് യഹൂദന്മാരിൽ നല്ലൊരു ഭാഗം ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അവരെപ്പോഴും ഈ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, നീ മിശിഹായാണെന്ന് ലോകത്തെ കാണിക്കുക, അതിൻ്റെ ശക്തി കാണിക്കുക. ഇങ്ങനെയുള്ള ഒരു പ്രലോഭനമാണ് പിശാച് നൽകുന്നത്. ഒപ്പം തന്നെ വ്യക്തിപരമായ വിശപ്പ്. ഈശോ തീർച്ചയായിട്ടും 40 ദിവസവും ഉപവസിച്ചപ്പോൾ സ്വാഭാവികമായ വിശപ്പ് ഉണ്ട്. അപ്പോൾ തൻ്റെ സ്വന്തം സുഖത്തിൽ അഭിരമിക്കാനുള്ള ഒരു പ്രലോഭനം. ചുരുക്കത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തെ വിട്ട് പ്രവർത്തിക്കാനുള്ള പ്രലോഭനം. ഈ പ്രലോഭനം ഇസ്രായേലിനുണ്ടായി, പക്ഷേ ഇസ്രായേൽ വീണുപോയി. എന്നാൽ ഈശോ തൻ്റെ ഹൃദയം പൂർണ്ണമായി പിതാവിൽ സമർപ്പിച്ചു. മറ്റൊരു ചിന്തയും മറ്റൊരു ലക്ഷ്യവുമില്ല. പ്രലോഭനത്തെ എങ്ങനെ ജയിക്കാമെന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. നമ്മളും ഈ പ്രലോഭനത്തെ ജയിക്കണം എന്ന് കർത്താവ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ സുവിശേഷ ഭാഗം നമുക്കായിട്ട് സുവിശേഷങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് തന്നെ മനസ്സിലാക്കാം. രണ്ടാമത്തെ പ്രലോഭനം, ഉയർന്ന സ്ഥലത്തേക്ക് പിശാച് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പിശാച് ആരാധിക്കാൻ പറയുന്നു യേശുവിനോട്.
ഒരു വ്യാജ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം, ഈ അധികാരവും മഹത്വവും അതൊക്കെ എൻ്റേതാണ്, അത് നിനക്ക് ഞാൻ തരാം. നമുക്കറിയാം വാസ്തവത്തിൽ അത് കർത്താവിൻ്റേതാണെല്ലാം. പക്ഷേ ഇവിടെ പിശാച് നൽകുന്ന പ്രലോഭനം എന്താണെന്ന്, കുരിശില്ലാതെ മഹത്വത്തിലേക്ക് എത്താം. അതിന് ചില കുറുക്കുവഴികളൊക്കെ ഉണ്ട്. ആ കുരിശ് വെടിയാൻ, കുരിശിനെ മറക്കാൻ പിശാച് നൽകുന്ന പ്രലോഭനം അത് വളരെ ശക്തമായ പ്രലോഭനമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിരിക്കുക ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ഈശോ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നത്. അങ്ങനെ ഒരു മഹത്വവും ഒരു ശക്തിയും അതിലേക്കുള്ള വഴികളും കർത്താവിന് വേണ്ട കുരിശ് മാത്രമാണ് അവിടുന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ആ വഴിയിലൂടെയാണ് അവിടെ നടക്കുന്നത്. മൂന്നാമത് നമ്മൾ കാണുക ജെറൂസലത്തേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്. വീണ്ടും മറ്റൊരു സങ്കല്പം യഹൂദന്മാർക്കുണ്ടായിരുന്നത്, മിശിഹ വരുമ്പോൾ ദേവാലയത്തിന് മുകളിൽ പ്രത്യക്ഷനാകും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്രകാരം റബ്ബിമാർ പഠിപ്പിച്ചിരുന്നു. ഇവിടെ പിശാച് ഉദ്ധരിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതമായ 91 സങ്കീർത്തനമാണ്. 91 സങ്കീർത്തനത്തിൽ 11 വാക്യം ഇപ്രകാരമാണല്ലോ: നിൻ്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പിശാച് ഈ പഴയ നിയമത്തെ സങ്കീർത്തന പുസ്തകത്തിലെ ഈ വരികൾ ഉദ്ധരിക്കുമ്പോൾ അത് മുഴുവനായിട്ട് ഉദ്ധരിക്കുന്നില്ല, നിൻ്റെ വഴികളിൽ എന്നുള്ളത് വിട്ടുകളയുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകമായിട്ട് യേശുവും ദൈവവുമായിട്ടുള്ള ബന്ധം അത് പ്രത്യേകിച്ച് സ്ഥാപിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലത് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള പ്രലോഭനം പിശാച് നൽകുകയാണ്. ദൈവത്തിന് മുമ്പിൽ ഞാൻ മികച്ചവനാണ് എന്ന് കാണിക്കാനുള്ള പ്രലോഭനം. ചിലപ്പോഴൊക്കെ ദൈവവുമായിട്ടുള്ള വലിയ ബന്ധം അത് അടയാളങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തണം എന്നുള്ള പ്രലോഭനം, ഇതൊക്കെയാണ് ഇവിടെ കടന്നു വരുന്നത്. പക്ഷേ കർത്താവ് വളരെ വ്യക്തമായിട്ട് പിശാചിനോട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അപ്പോൾ ഈശോ 3 പരീക്ഷണങ്ങളും പ്രത്യേകമായിട്ട് ഏറ്റവും വിജയകരമായിട്ട് ജയിക്കുകയാണ്. പിശാചിന് തൻ്റേതായ പദ്ധതികളിലൊന്നും വിജയിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈശോ പൂർണ്ണമായിട്ടും ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നു. എങ്ങനെ പിശാചിനെ ജയിക്കണം, പ്രലോഭനത്തെ അതിജീവിക്കണം എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. അയാൾ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ മുൻപിൽ നമ്മുടെ ജീവിതവും നമ്മുടെ വഴികളും ഒക്കെ സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കി മറ്റൊന്നിലും ആശ്രയം വയ്ക്കാതെ, മറ്റൊന്നിലും വീണു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ നോമ്പുകാലം ഏറ്റവും ഫലപ്രദമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.